ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന രൂപം ഏതാണ്? ചുവന്ന കുപ്പായവും വെള്ളത്താടിയും വലിയൊരു സമ്മാനപ്പൊതിയുമായി ചിരിച്ചുകൊണ്ടുവരുന്ന സാന്താക്ലോസ് അല്ലേ? ലോകമെമ്പാടുമുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയങ്കരനായ ഈ അപ്പൂപ്പൻ എങ്ങനെയാണുണ്ടായതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് കേവലമൊരു സാങ്കല്പിക കഥയാണോ, അതോ ഇതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാന്താക്ലോസിന്റെ രസകരമായ ആ ചരിത്രമാണ് പരിശോധിക്കുന്നത്. വിശുദ്ധ നിക്കോളാസ്. തുടക്കം സാന്താക്ലോസ് എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ തുടങ്ങിയത് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ നിക്കോളാസ് എന്ന വ്യക്തിയിൽ നിന്നാണ്. ഇന്നത്തെ തുർക്കിയിലുള്ള മൈറ എന്ന സ്ഥലത്തെ ബിഷപ്പായിരുന്നു അദ്ദേഹം. വളരെ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച നിക്കോളാസ് തന്റെ സ്വത്തുക്കളെല്ലാം പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കാനായി മാറ്റിവെച്ചു. അദ്ദേഹം രാത്രികാലങ്ങളിൽ രഹസ്യമായി പാവപ്പെട്ടവരുടെ വീട്ടുവാതിൽക്കൽ സമ്മാനങ്ങളും പണവും എത്തിക്കുമായിരുന്നു. ഒരിക്കൽ പാവപ്പെട്ട ഒരാൾക്ക് തന്റെ 3 പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നിക്കോളാസ് രാത്രിയിൽ ആ വീടിന്റെ ചിമ്മിനിയിലൂടെ സ്വർണ്ണനാണയങ്ങളടങ്ങിയ കിഴി താഴേക്കിട്ടുകൊടുത്തു. അത് ഉണങ്ങാനിട്ടിരുന്ന സോക്സുകളിൽ പോയി വീണു എന്നാണ് ഐതിഹ്യം. ഈ കഥയിൽ നിന്നാണ് ക്രിസ്മസ് തലേന്ന് കുട്ടികൾ സമ്മാനങ്ങൾക്കായി സോക്സുകൾ തൂക്കിയിടുന്ന രീതി വന്നത്. പേരിന്റെ